ഞങ്ങൾ ഈ വർഷം നാട്ടിൽ പോകാൻ ആലോചിക്കുമായിരുന്നേ. അപ്പോൾ നാട്ടിൽ പോകാൻ നമ്മൾ ആലോചിക്കണമെങ്കിൽ ഒരു വർഷം മുന്നേ ആലോചിക്കണമല്ലോ അല്ലേ. ടിക്കറ്റ് ഫെയർ നോക്കണം, അതിനുള്ള പിന്നെ അതിനുള്ള ചിലവ്, പോകാൻ വരാനുമുള്ള ചിലവൊക്കെ ഉണ്ടാക്കണം, പിന്നെ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്യണം. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കണമല്ലോ അല്ലേ. ഇങ്ങനെയൊക്കെ ഒരു അവസരത്തിലാണ് എക്സ്ട്രാ ഒരു വരുമാനം, എൻ്റെ ജോലിയെ കൂടാതെ എക്സ്ട്രാ ഒരു വരുമാനം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്. എൻ്റെ പേര് ആശ. ഞാൻ കാനഡയിൽ ആറിനായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡും 3 കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ സെറ്റിൽഡ് ആണ്. അപ്പം ഞങ്ങൾ ഏതൊരു ഇമിഗ്രൻ്റ് പേരൻസിനെ പോലെ ഞങ്ങളും ഫുൾ ടൈം ആയിട്ട് ഇവിടെ ജോലി ചെയ്യുന്നവരാണ്. അപ്പം ഞങ്ങളുടെ ജോലിയുടെ കൂടെ ഞാനൊരു സെക്കൻഡ് ജോബും ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ ബിൽസും ക്രെഡിറ്റ് കാർഡ് ഡെബ്സും ഒക്കെ അടഞ്ഞു പോകാനായിട്ട്. പക്ഷെ ഒരു എക്സ്ട്രാ സേവിങ്സ് ഉണ്ടാക്കാനോ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കാനോ പലപ്പോഴും സാധിക്കാറില്ല. അപ്പോൾ നാട്ടിൽ പോവുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ചിലവാണ്. അപ്പം പലപ്പോഴും നാട്ടിൽ പോകാനായിട്ട് ക്രെഡിറ്റ് കാർഡിനെ ആശ്രയിക്കുകയാണ് പതിവ്. എന്നിട്ട് തിരിച്ച് വന്നേച്ച് പിന്നെ ആ ക്രെഡിറ്റ് കാർഡ് അടയ്ക്കാനുള്ള ഒരു പങ്കപ്പാടാണ്. അപ്പോൾ ഈ ഒരു സൈക്കിൾ ബ്രേക്ക് ചെയ്യാനായിട്ട് എന്താണ് ഒരു ഓപ്ഷൻ എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയപ്പോഴാണ് എന്നെപ്പോലെ തന്നെ ഒരു നേഴ്സ് അവരുടെ ഫുൾ ടൈം ജോലിയുടെ കൂടെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ് ചെയ്യുന്നു, അത് സക്സസ്ഫുള്ളായിട്ട് ചെയ്യുന്നു, ഒരു ഇൻകം ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാനിതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചു. അതപ്പം ഏതൊരു രാജ്യത്തും ആ രാജ്യത്തെ നിയമം അനുസരിച്ച് ടാക്സ് പേ ചെയ്ത് ലെജിറ്റിമേറ്റ് ആയിട്ട് ചെയ്യുന്ന, എത്തിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാനും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ ബിസിനസ്സിൽ നമ്മുടെ പാർട്ട് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. അപ്പം ഒരു മാർക്കറ്റിംഗ് നോളജോ അല്ലെങ്കിൽ ബിസിനസ് എക്സ്പീരിയൻസോ ഒന്നുമില്ലാതെ നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് ഞാൻ എങ്ങനെ ഈ ബിസിനസ് ചെയ്യും എന്നെനിക്ക് ഒരു ഭയമുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഈ ബിസിനസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് കൊണ്ടുനടന്ന് സെല്ല് ചെയ്യുമോ അല്ലെങ്കിൽ ഇൻവെൻട്രി കീപ്പിങ്ങോ ഒന്നും നമ്മൾ ചെയ്യണ്ട. അതിനൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ട്. പിന്നെ മാർക്കറ്റിങ്ങിന് നമുക്ക് നല്ലൊരു ട്രെയിനിങ് സൈറ്റുണ്ട്. അത് 24/7 ആക്സസബിൾ ആണ്. ഏതൊരു കൊച്ചു കുട്ടിക്കും ഫോളോ ചെയ്യാവുന്ന രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോ ബേസ്ഡ് ട്രെയിനിങ്ങുമാണ്. ഒരു 1:1 മെൻറ്ററിങ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു അമേസിങ് കമ്മ്യൂണിറ്റി സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ ഈ ഒരു സപ്പോർട്ടെല്ലാം ഉള്ളത് കൊണ്ടാണ് ഒരു സാധാരണക്കാരായ എന്നെപ്പോലെയൊക്കെയുള്ള വ്യക്തികൾക്കും ഈ ബിസിനസ് ചെയ്യാൻ നമ്മളെ എക്യുപ്ഡ് ആക്കുന്നത്. എന്നും പറഞ്ഞ് ഈ ബിസിനസ് ഇന്ന് തുടങ്ങി നാളെ പൈസ ഉണ്ടാക്കുന്ന പരിപാടിയൊന്നുമല്ല. ഏതൊരു ബിസിനസ്സിനെ പോലെയും ഇതിനകത്തും ലേണിംഗ് ഫേസ് ഉണ്ട്, ലേൺ ചെയ്യാനുണ്ട്, നമ്മൾ ഇഫോർട്ട് ഇടാനുണ്ട്, നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യാനുണ്ട്. പക്ഷെ നമുക്കൊരു ദിവസത്തിൽ ഒരു 1 to 2 hours എങ്കിലും മിനിമം കൊടുക്കാൻ പറ്റുമെങ്കിൽ ഈ ബിസിനസ് നമുക്ക് ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും എന്നെപ്പോലെ ജോലിയുടെ കൂടെ ഒരു എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ഈ ക്രെഡിറ്റ് കാർഡിനെ ആശ്രയിക്കുന്ന സൈക്കിളൊന്ന് ബ്രേക്ക് ചെയ്യണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ലേൺ മോർ ബട്ടണിൽ ഞെക്കിയിട്ട് അല്ലെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ ഇമെയിൽ ID തന്നാൽ ഞാനിതിൻ്റെ ഒരു ബ്രീഫ് ഓവർവ്യൂ വെബിനാർ അയച്ചു തരാം. എന്നിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ ഈ ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ അറിയണോ വേണ്ടയോ എന്ന്. എവിടെ എന്ത് സംശയം ഉണ്ടെങ്കിലും അത് പറഞ്ഞു തരാനും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ഞാനും ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും അല്ലേ. പക്ഷെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാതെ ഇരുന്നാൽ ആ ആഗ്രഹങ്ങളൊക്കെ ആഗ്രഹങ്ങളായി തന്നെ തീരുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വേണമെങ്കിൽ നമ്മളൊരു ബോൾഡ് സ്റ്റെപ്പ് എടുക്കണം. താങ്ക് യു. സീ യു സൂൺ.